എൻ്റെ പേര് മിന്ന. ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ ഇടവക കോർമലപ്പള്ളിയാണ്. ഇതെൻ്റെ അമ്മ. അമ്മയുടെ പേര് ആനി. ഇതെൻ്റെ 2 മക്കൾ. ഞാനിവിടെ ഞാൻ ഉടമ്പടി എടുത്തത് ജാനുവരി 16, 2024 എൻ്റെ അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും ഉടമ്പടിയിലാണ്. അപ്പം ഞാനിവിടെ സാക്ഷ്യം 2ാമത്തെ തവണയാണ് ഇപ്പോൾ സാക്ഷ്യം പറയാൻ കയറിയിരിക്കുന്നത്. ഞങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് 36 വർഷമായിട്ട് വീടുണ്ടായിരുന്നില്ല. വാടകയ്ക്കാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഒരുപാട് നാളായിട്ട് പ്രാർത്ഥിച്ചതും സ്വപ്നം കണ്ടതുമാണ് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട്, ജോസഫ് അച്ഛനെ കണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് കണ്ടിരുന്നു. അപ്പം ഞങ്ങളുടെ വാടക ചീട്ടിൻ്റെ കരാറിൽ അച്ഛൻ ഇവിടെ വെച്ച് കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ച്. അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ അഡ്വാൻസ് എമൗണ്ട് എത്രയാണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ എമൗണ്ട് നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് കൊടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ കൊടുക്കാനായിട്ട് 5000 എമൗണ്ടാണ് അഡ്വാൻസ് കൊടുക്കാനായിട്ട് വിചാരിച്ചിരുന്നത്. ആ എമൗണ്ട് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഞങ്ങൾ കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത മാസം തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചതിലും ഞങ്ങൾ എന്താണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അതിലും ഭംഗിയായിട്ട് അതിലും നല്ലൊരു വീട് ഞങ്ങൾ ആഗ്രഹിച്ചത്. പള്ളിയുടെ അടുത്ത് ഞങ്ങൾക്ക് എന്നും പള്ളിയിൽ പോയി വരാൻ പറ്റാവുന്ന ഇത് എളുപ്പത്തിനും പള്ളിയുടെ അടുത്തായിട്ട് ഞങ്ങളൊരു ഭവനാണ് ആഗ്രഹിച്ചത്. ഞങ്ങൾക്ക് പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഞങ്ങൾക്ക് പള്ളിയിൽ മണിയടിക്കും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കേൾക്കാം. ആ സമയം ഞങ്ങൾക്ക് പോയാൽ മതി. അത്ര ഇതിൽ മാതാവ് ഞങ്ങൾക്കൊരു വീട് തന്ന്. ഞങ്ങൾ പ്രതീക്ഷിച്ചത് വലിയ എമൗണ്ട് ആവും വീടിന്, പക്ഷെ അതൊന്നും ഇല്ലാണ്ട് ചെറിയ എമൗണ്ടിന് തന്നെ ഞങ്ങൾക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ തന്നെ ആ വീടിൻ്റെ എമൗണ്ട് ഞങ്ങൾക്ക് മാതാവ് കുറച്ച് സ്വന്തമായിട്ടുള്ളൊരു ഭവനം ഞങ്ങൾക്ക് അവിടെ പള്ളിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അത് അച്ഛനിവിടെ ഡെയിലി ബ്രെഡിൽ 7 എന്ന് പറഞ്ഞൊരു നമ്പർ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ആ വീടിന് അഡ്വാൻസ് കരാർ എടുത്തത് ഞങ്ങൾ ഫെബ്രുവരി 17 ഈ 2026. അപ്പം ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു മാതാവ് തന്ന അനുഗ്രഹത്തിൻ്റെ, മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ട് എപ്പോഴും. മാതാവ് തന്ന അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടും ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൊരു ഭവനം ഞങ്ങൾക്ക് മാതാവ് ഇന്ന് തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം, എൻ്റെ അമ്മയ്ക്ക് നടുവേദന 4 വർഷമായിട്ട് നടുവേദനയായിരുന്നു. കുനിഞ്ഞിന്ന് ഒരു തുണി താഴെ വീണ പോലെ എടുക്കാൻ എൻ്റെ അമ്മയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് വേദന എൻ്റെ അമ്മ സഹിച്ചിട്ടുണ്ടായിരുന്നു. 2024 2025 ജപമാല റാലിയിൽ എൻ്റെ അമ്മ ഇവിടെ പ്രാർത്ഥനയോടെ വന്ന് ജപമാല റാലിയിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് 2025 ജപമാല റാലി കഴിഞ്ഞ് അമ്മ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു മൈനർ അറ്റാക്ക് വന്നിരുന്നു. അതിൻ്റെ ഇതിൽ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എല്ലാ ടെസ്റ്റുകളും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞിരുന്നു, ഡോക്ടർ ഇങ്ങനെ അമ്മയ്ക്ക് നടുവേദനയും കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഡോക്ടർ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആദ്യം നടുവേദനയ്ക്ക് കാണിച്ചപ്പം ഞങ്ങൾ കറുകുറ്റിയിൽ അപ്പോളയിലാണ് കാണിച്ചത്. അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് അമ്മയുടെ താഴത്തെ 2 ഡിസ്ക് വിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അതായത് അത് അപ്പം തന്നെ ഓപ്പൺ സർജറി ചെയ്ത് ശരിയാക്കിയില്ലെങ്കിൽ അമ്മയ്ക്ക് ഇനി എണീച്ച് നടക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ മൈനർ അറ്റാക്കുമായിട്ട് ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയത്ത് ഞാൻ ഡോക്ടറോട് പറഞ്ഞതിൻ്റെ ഭാഗമായി ഡോക്ടർ എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ എടുത്തു നോക്കി. അന്ന് എക്സ്റേയിൽ ഡോക്ടർ പറഞ്ഞത് അമ്മയ്ക്ക് അങ്ങനെ ഒരു വിള്ളല് ആ നടുവിൻ്റെ ഡിസ്കിന് ഇല്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു നടുവേദന ഉണ്ടായിരുന്നോ എന്നാണ് ഡോക്ടർ ചോദിച്ചിരുന്നത്. ഇത്രയും വലിയ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. അമ്മ മാതാവിനോട് ബിഷപ്സിനോട് ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് ഞങ്ങളെ കൊണ്ട് ആവുന്ന എന്ത് സഹായമായാലും ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ ഒരു പ്രായമായ ഒരു അമ്മച്ചി എല്ലാ മാസവും മുടങ്ങാണ്ട് ആൾ വരും. ഞങ്ങളുടെ അടുത്ത് നിന്ന്
വയ്യ, ആൾക്ക് മെഡിസിൻ വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ ലാസ്റ്റ് വന്ന മാസം ആൾ പറഞ്ഞത് ആൾക്ക് ഹെർണിയയുടെ ഒരു ഓപ്പറേഷൻ ഉണ്ട്, അപ്പോൾ അത് പൈസ ഇല്ലാത്തതുകൊണ്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഞങ്ങളിൽ കഴിയുന്ന സഹായം ഞങ്ങൾ ആ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊടുത്തു. അതുപോലെ തന്നെ ഇവിടുന്ന് വാങ്ങുന്ന കൃപാസന പത്രം എല്ലാവർക്കും ഞങ്ങൾ വിശ്വാസ പ്രമാണം എത്തിച്ച്, എല്ലാവരുടെയും കയ്യിൽ വിശ്വാസ പ്രമാണം എത്തിച്ച് ഞങ്ങൾ കൊടുക്കാറ്. എല്ലാവരും അത് സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ കൃപാസന പത്രം ആരുടെ കയ്യിലൊക്കെ എത്തുന്ന അവർക്കും അനുഗ്രഹങ്ങൾ നീ കൊടുത്തേക്കണേ. പിന്നെ ഞങ്ങളുടെ അടുത്ത് നേർച്ചൂപ്പ് ഇവിടുന്ന് ചോദിക്കാറുണ്ട്, തേനും ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ 2 മക്കൾക്കായാലും ഞങ്ങൾ വീട്ടിലായാലും ഞാനും അമ്മയായാലും ഫുഡ് കഴിക്കുമ്പോൾ ഒരു നുള്ളു ഇവിടുത്തെ നേർച്ച ഉപ്പ് വിശ്വാസ പ്രമാണം എത്തിച്ച് ഞങ്ങൾ ആ ഭക്ഷണത്തിൽ ഞങ്ങൾ ചേർക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നേ വരെ ഞങ്ങൾക്ക് വേറെ അസുഖങ്ങളോ ഒന്നുമില്ലാതെ ഇപ്പം എൻ്റെ പിള്ളേർക്ക് വരെ മാതാവ് ഒരു രക്ഷാ കവചമായിട്ട് എപ്പോഴും നിന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും മാതാവിനോട് ഞാൻ നന്ദി പറയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് കോയമ്പത്തൂർ IT കമ്പനിയിലാണ്, വിപ്രോയിൽ. അവിടെ ഞങ്ങൾക്ക് ഓരോ ടൈമിങ്ങിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നൂണ് 12 മണി തുടങ്ങി 9:30 വരെ ഷിഫ്റ്റ്, നൈറ്റ് മോർണിംഗ് ഷിഫ്റ്റ് എല്ലാം ഉണ്ട്. പക്ഷേ ഒരു ദിവസം പോലും ഞാൻ അച്ഛൻ്റെ ഇവിടുത്തെ ചൊവ്വാഴ്ചയിൽ നടക്കുന്ന ഉടമ്പടി ധ്യാനം ഞാൻ മുടക്കിയിട്ടില്ല. എല്ലാം എനിക്ക് എന്ത് ജോലി ഉണ്ടെങ്കിലും എന്ത് തിരക്കിലാണെങ്കിലും ഞാൻ ആ ഉടമ്പടി ധ്യാനം ഇവിടെ നിന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ യൂട്യൂബിൽ ലൈവായിട്ട് ഞാനത് കണ്ട് ഞാൻ ഉടമ്പടി ധ്യാനം കഴിഞ്ഞ് എനിക്ക് ആശീർവാദം കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ എല്ലാ വർക്കും ഞാൻ ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു എനിക്ക് കമ്പനിയിൽ. അപ്പം 2-3 പ്രാവശ്യം ഞാനത് സ്റ്റെപ്പ്ലെസ് എക്സാമാണ് 2-3 പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടും എനിക്കത് പാസ്സാവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛൻ ഇവിടെ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിക്കും 5:30 കറക്റ്റ് എന്നിട്ട് ഞാൻ ആ ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്. അതിൽ 7 എന്ന് പറഞ്ഞ നമ്പർ ആദ്യം 17 കരാറെടുത്തത് ഞാൻ വിശ്വസിച്ചു. രണ്ടാമത് 7 എന്ന് പറഞ്ഞ നമ്പർ അപ്പോഴും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എക്സാമിൽ മാതാവ് എന്തായാലും എന്നെ പാസ്സാക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ചെയ്ത എക്സാം മാതാവിൻ്റെ കാശ് രൂപവും പിടിച്ച് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്കതിൽ കിട്ടിയ സ്കോർ എന്ന് പറയുന്നത് 73 ആണ്. അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചത് അച്ഛൻ പറഞ്ഞ നമ്പർ എനിക്ക് കിട്ടുന്ന എക്സാം റിസൾട്ടിൻ്റെ മാർക്കാന്നുള്ളത് എനിക്കപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലായി. മാതാവ് ചെറുതും വലുതായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് മാതാവിനോടും ഈശോപ്പച്ചനോടും ഒരുപാട് നന്ദി ഞാൻ പറയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 42-ാം തിരുവചനം. ഈ ചെറിയവരിൽ ഒരുവനെ, ശിഷ്യനെ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവനെ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. മിന്ന ബാബു എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം വന്ന് നമ്മുടെ മുൻപിൽ പരിശുദ്ധ അമ്മയോടും ഈശോയോടും വലിയൊരു സാക്ഷ്യമാണ് ഏറ്റുപറയുന്നത്. സാക്ഷ്യങ്ങൾ ഏറ്റുപറയുന്നവർ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ അസാധ്യമായ കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ആ വലിയ അടിസ്ഥാന തത്വത്തിൽ, ഉടമ്പടി തത്വത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്കാണ് ഇന്ന് മിന്ന ഇവിടെ വന്ന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നത്. 36 വർഷമായിട്ട് ഇവർക്ക് വീട് എന്നൊരു സ്വപ്നം മാത്രമായിരുന്നു. 36 വർഷത്തോളം അവർ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വളരെ വേദനയോടെ ഇവിടെ വന്ന് ഞങ്ങൾക്കൊരു വീട് വേണമെന്ന് പറഞ്ഞ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് അവരുടെ ഡോക്യുമെൻ്റ് അവർക്ക് സമർപ്പിക്കാനുണ്ടായത്, അവരുടെ വാടക ചീട്ടാണ് അവർക്ക് സമർപ്പിക്കാനുണ്ടായത്. അച്ഛന് വാടക ചീട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നൽകിയൊരു സന്ദേശം അതായിരുന്നു: നിങ്ങൾ വാടകയ്ക്ക് അഡ്വാൻസ് കൊടുക്കാനിരിക്കുന്ന പൈസ എടുത്ത് നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക. അന്ധമായി വിശ്വസിക്കുന്ന ഇത് എങ്ങനെ സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മ ചോദിച്ചതുപോലെ ഞങ്ങൾക്ക് വാടകയ്ക്ക് അഡ്വാൻസ് കൊടുക്കാനിരിക്കുന്ന പൈസയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കാനായി ഒരു ദൈവപുരുഷൻ പറയുന്നത് എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തപ്പോൾ പത്രം വാങ്ങിയും മറ്റുള്ളവരെ ഈശോയിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു വലിയ കർമ്മം ചെയ്തപ്പോഴാണ് വളരെ പെട്ടെന്ന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവർക്കൊരു വീട് എന്ന സാധ്യത, ഒരു വളരെ നല്ല വീട് അവർ ആഗ്രഹിച്ചതിലപ്പുറം പള്ളിയോട് ചേർന്ന് അവർക്കെന്നും ദിവ്യബലിക്ക് പോകാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു നല്ല വീട് അവർക്ക് നൽകി അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞവർ സാക്ഷ്യപ്പെടുത്തുന്നത്.
അതുപോലെ തന്നെ അമ്മയുടെ 2 ഡിസ്ക് അകന്ന ഒരു സൗഖ്യത്തെക്കുറിച്ച് പറയുന്നു. ജപമാല റാലി 2023 അതിനുശേഷം 3 വർഷത്തിന് ശേഷം അമ്മയ്ക്കുണ്ടായ ഒരു വലിയ സൗഖ്യത്തെക്കുറിച്ചാണ്. ഒരു മൈനർ അറ്റാക്കിലൂടെയാണ് ഈ അമ്മയ്ക്ക് ആ ഡിസ്കിൻ്റെ പ്രോബ്ലം ഇല്ല. ഇവർ കൃത്യമായി തൈലം പൂശി പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നടക്കുകയും ചെയ്തപ്പോൾ ജപമാല റാലിക്ക് ശേഷമുണ്ടായ ഒരു വലിയ അത്ഭുതമാണ്. നാം സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ രാജ്യസേവകൻ വന്ന് തൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു പക്ഷേ വിചാരിച്ചു കാണും, ഞാനൊരു രാജ്യസേവകനാണ്, ഈശോ എൻ്റെ കൂടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മകനെ സുഖപ്പെടുത്തും. പക്ഷേ ഈശോ പറഞ്ഞത്, നീ പോയിക്കൊള്ളുക, നീ പോകുന്ന വഴിയിൽ വെച്ച് തന്നെ നിൻ്റെ മകൻ സുഖപ്പെട്ടുകൊള്ളുമെന്നാണ്. അദ്ദേഹം പോകുന്ന വഴിയിൽ വെച്ച് തന്നെ മകൻ സുഖപ്പെട്ടുവെന്ന് ഭൃത്യന്മാർ അദ്ദേഹത്തെ വന്ന് അറിയിക്കുന്നതായി നാം സുവിശേഷത്തിൽ വായിച്ചെടുക്കുന്നുണ്ട്. ആ ഈശോ പൊയ്ക്കൊള്ളുക എന്ന് പറയുന്ന, സുഖപ്പെട്ടുകൊള്ളും എന്ന് പറയുന്ന ആ നിമിഷത്തിൽ തന്നെ, ആ മണിക്കൂറിൽ തന്നെ മകൻ സുഖപ്പെട്ടതായി സുവിശേഷം നമ്മെ അറിയിക്കുന്നുണ്ട്. യേശുവിൽ നിന്ന് ഒരു ജാമ്യം എടുക്കാൻ, ഒരടയാളം കാണിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് വിഷയത്തിനെ അല്ല പ്രധാനം എന്ന് തീർത്ത് പറയാൻ, വിഷയവും ദൈവവുമായി നാം ഉടമ്പടി ചെയ്യരുത് എന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എൻ്റെ നടുവേദനയാണോ, എനിക്ക് ഈശോ ആണോ എൻ്റെ പ്രധാനപ്പെട്ട വിഷയം? ഈശോ ആണ് എൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് എങ്കിൽ എൻ്റെ സൗഖ്യങ്ങളും എൻ്റെ സങ്കടങ്ങളും എല്ലാം ഈശോ ഏറ്റെടുക്കുന്നതായിട്ടാണ് ഈ സാക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ഉടമ്പടി ഉഴപ്പിയിട്ടും അല്ലെങ്കിൽ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം, നമ്മുടെ ഭാവി ദൈവം വർത്തമാനമാക്കി മാറ്റുന്നുണ്ട്. ഈശോ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വർത്തമാനമായി, പ്രസൻറ്റായി നിൽക്കുന്നു എന്ന് നാം വായിച്ചെടുക്കുന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. നമുക്കെപ്പോഴും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. കാരണം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അവിടുന്ന് അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് നമ്മോട് ഈശോ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പാണ് നമുക്ക് ഉടമ്പടി നൽകുന്ന ഒരു വലിയ തീരുമാനവും ഉറപ്പും. നമുക്കെപ്പോഴും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ച് നമുക്ക് നന്ദി പറയാം. നമുക്ക് എപ്പോഴും ഉടമ്പടിയിലായിരിക്കാം, നമുക്ക് വിശ്വസ്തരായിരിക്കാം. ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും നാം വിശ്വസ്തരായിരിക്കുമ്പോൾ ഭൃത്യനോട് പറയുന്നത് പോലെ, നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നുകൊണ്ട് ഞാൻ നിനക്ക് വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. അത്രമാത്രം വിശ്വസ്തത ഈശോയ്ക്ക്, നമുക്കും ഈശോയ്ക്കും ഉണ്ടെന്നുള്ള എഗ്രിമെൻ്റ് നമുക്ക് എപ്പോഴും ഉറപ്പിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം. മിന്നയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.